ആശയെ സമർപ്പിക്കാം. പ്രിയ മണവാളനെയും ഈ യാത്രാ സംഘത്തെയും ഈ ദിവസത്തിൻ്റെ പ്രഭാതം മുതൽ ഇന്നോളം സംരക്ഷിച്ച കൃപകളെയൊക്കെ ഓർത്ത ദൈവത്തെ മഹത്വപ്പെടുത്താം. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം എൻ്റെ പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. മഹാകാരുണ്യവാനായ ദൈവമായ കർത്താവേ, അനുഗ്രഹീതമായ ദിവസത്തിൻ്റെ പ്രഭാതയാമങ്ങൾ പിന്നിട്ട് അധ്യാനത്തിലേക്ക് പ്രവേശിക്കുവാൻ അടിയങ്ങൾ യാത്ര ആരംഭിക്കുന്നു. ഈ ദിവസത്തിൻ്റെ വഴികളിൽ കരുണയോടെ കാത്തു പരിപാലിച്ച് അനുഗ്രഹത്തോടെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ അദൃശ്യമായ കാവലിനെ നന്ദിയോടുകൂടി ഓർക്കുന്നു. പ്രത്യേകിച്ച് ചേർന്ന് വന്നിരിക്കുന്ന ഈ ഭവനത്തെ തിരുസന്നിധിയിൽ നൽകുന്നു. ഈ ഭവനത്തിൽ വസിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. പ്രത്യേക ഈ ഭവനത്തിൽ ജനിച്ച വളർന്ന വിദ്യാഭ്യാസ ജീവിതം പൂർത്തീകരിച്ച് ജോലികാര്യങ്ങളിൽ പ്രവേശിച്ച യൗവനത്തിൽ വിവാഹ കൂദാശ നിശ്ചയിക്കപ്പെട്ട പരിശുദ്ധ കൂദാശയ്ക്കായി ദേവാലയത്തിലേക്ക് യാത്രയാകുന്ന പ്രിയപ്പെട്ട മണവാട്ടിയെ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു. ജന്മമേയ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, ഈ ദേശവുമായി ബന്ധപ്പെട്ട എന്നിവയുള്ള ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും ക്രിസ്തീയ ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷവും ഓർക്കുന്നു. ജനിച്ച് വളർന്ന ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് കുടുംബജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് കർത്താവിൽ ആശ്രയിച്ച് ജീവിപ്പാന്നൊക്കെ വേണം ദൈവങ്ങളെ സ്വീകരിച്ച് വിശുദ്ധ കൂദാശയ്ക്കായി ഒരുങ്ങുന്ന ഈ പ്രിയപ്പെട്ട മകൾക്ക് ഉടയവനായ ദൈവത്തിൻ്റെ അദൃശ്യമായ കാവൽ ചേർന്നിരിപ്പാന്നൊക്കെ വേണം ഇടയാക്കണമേ. ഇന്നയോളം വഴിനടത്തിയ ദൈവത്തെ ഓർക്കുവാനും ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അനുഗ്രഹങ്ങളെ സ്മരിപ്പാനും കടന്നില്ലെന്ന വീട്ടിൽ ദൈവപ്രകാശം ജീവിതത്തിൽ അന്വർത്ഥമാക്കുവാനൊക്കെ വേണം അവൾക്ക് സംഗതിയാക്കണമേ. നല്ല ആലോചനയെ നൽകണമേ. ദൈവത്തോടുള്ള ബന്ധത്തെ പ്രദാനം ചെയ്യണമേ. ക്രിസ്തീയ കുടുംബജീവിതത്തിന് ആവശ്യമായ താഴ്മയും വിവേകവും ജ്ഞാനവും ദൈവാശ്രയവും ക്ഷമയും പരസ്പരമുള്ള നല്ല കരുതലും നല്ല കാവലും ജീവിതത്തിൽ പ്രാപിച്ച നിറവോടെ യാത്ര ചെയ്യുവാനൊക്കെ സഹായിക്കണമേ. പരിശുദ്ധ കൂദാശയ്ക്കായി ദേവാലയത്തിലേക്ക് യാത്രയാകുന്ന ഈ സംഘത്തെ മുഴുവനായി ഈ ദിവസത്തിൻ്റെ വഴികളിൽ പ്രിയപ്പെട്ട മക്കൾ ക്രമീകരിച്ചിരിക്കുന്ന എല്ലാ കൗദാശിക ഇതര ശുശ്രൂഷകളോട് ചേർന്നിരിപ്പാന്നൊക്കെ വേണം ഇടയാക്കണമേ. ഞങ്ങളുടെ ആഗ്രഹങ്ങളും ആലോചനകളും ഞങ്ങളുടെ പരിശ്രമങ്ങളും ദൈവസ്ഥിതിയെ താഴ്മയോടെ സമർപ്പിക്കുമ്പോൾ ഉടയവൻ കേട്ട് അംഗീകരിച്ച അനുഗ്രഹ വഴികളെ തിരികെ ലഭിപ്പാന്നൊക്കെ വേണം കൃപയാൽ സംഗതിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കുറവുകൾ ഓർക്കുന്നു, ബലഹീനതകൾ സമർപ്പിക്കുന്നു. ജീവിത വഴികളിൽ വന്നു വഹിക്കുന്ന എല്ലാ പ്രയാസങ്ങളെ ഓർക്കുന്നു. അവിടെ നിന്ന് ശക്തീകരിച്ച് നയിപ്പാന്നൊക്കെ വേണം ഇടയാക്കണമേ. ഏതെൻ്റെ പ്രതീക്ഷയിൽ ആദ്യ മാതാപിതാക്കളെ വിളിച്ച് വേദനിച്ച പിതാവാ ദൈവത്തിൻ്റെ സ്നേഹത്താലും കാനാവിലെ കല്യാണ വീട്ടിലേക്ക് കടന്നു വന്ന അതിൻ്റെ കുറവുകളെ പരിഹരിച്ച പുത്രൻ തമ്പുരാൻ കൃപയാലും എല്ലാ കുടുംബ ബന്ധങ്ങളെയും സ്നേഹത്തിൻ്റെ അഗ്നിയിൽ ഊഷ്മളമാക്കി തീർക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധത്താലും സഹവാസത്താലും ഇപ്പോഴും എല്ലായ്പ്പോഴും ഇന്നും എന്നേക്കും തന്നെ മഹാകാരുണ്യനായ ദൈവമായ സഹോദരത്തിലേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധ കൂദാശയ്ക്കായി ദേവാലയത്തിലേക്ക് പോകുന്ന ഈ ദിവസം ആരംഭിക്കുന്ന ക്രിസ്തീയമായ ഭവനം കുടുംബജീവിതം അനുഗ്രഹത്തോടെ നിർവഹിപ്പാനൊക്കെ ബലവും സഹായവും ചൈതന്യവും പരിശുദ്ധാത്മ കൃപകളും നിരന്തരമായ ദൈവിക സംസർഗവും അവിടുത്തെ മകൾക്ക് പ്രദാനം ചെയ്യുവാനൊക്കെ ഇടയാക്കുന്നത്. പരിശുദ്ധയായ ദൈവമാതാവിൻ്റെയും വിശുദ്ധനായ ഗീവർഗീശ്വരനായ പ്രാർത്ഥനകളാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ
പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയും നമസ്കാരവും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്രഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്ത രാജാവേ, നിനക്ക് സ്തുതി. പാപിക്കുമോ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആത്മവിനിയോഗം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടി സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമായ നീ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിൽ എന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. ആമേൻ. ഞങ്ങളുടെ സന്തോഷത്തിന്റെ അനുഭവം ആനന്ദത്തിന്റെ കൂടുതലും നിന്നോടുകൂടി ഉണ്ടാകുവാൻ തക്കോണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ നിയോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാകാരണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ വായിക്കപ്പെടുകയും നിന്റെ ദയവിനാൽ ഞങ്ങളുടെ സുഹൃതങ്ങൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞ കഴിയുകയും ഞങ്ങളുടെ മനസ്സാക്ഷികളുടെ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠമായി തീരണമേ. നിന്റെയും ആധിപത്യത്തിനെ പ്രീതിപ്പെട്ടിട്ടുള്ളവരായ സർവ്വപരിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സ്വാഭാവിക അവസ്ഥയെ ഞങ്ങൾ ആനന്ദിക്കുമാറാക്കണമേ. പരിശുദ്ധാത്മാവേ, നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സരന്മാരുടെ കടത്തിലും ചേർന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതി സ്തോത്രം വരേറ്റുമാറാക്കണമേ. ഓശോ വകുരസ്മാൻ നിന്റെ പ്രേമനോട് കരുണ ചെയ്യണമേ. നിന്റെ കരടുതോത്തിന്റെ പാപങ്ങളെ മാറ്റി കളയണമേ. എന്റെ പാപങ്ങളെ വെടിപ്പാക്കണമേ. എന്റെ നാളിൽ അടുക്കുമെന്ന് ഞാൻ അറിയുന്നു. എന്റെ പാപങ്ങൾ എപ്പോഴും ഇരിക്കുന്നു. നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു. നിന്റെ തിരുമുമ്പിൽ ഞാൻ ചെയ്തു. നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായത്തിൽ നീതീകരിക്കുവാനായിട്ട് തന്നെ. എന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു. പാപങ്ങൾ എന്റെ മാതാവിനെ ഗർഭം ചെയ്തു. എന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു. നിന്റെ ജ്ഞാനത്തിനെ നീ അറിയിച്ചു. നിന്റെ സ്വഭാവങ്ങളെ കഴിക്കണമേ. ഞാൻ വെടിപ്പാക്കപ്പെടും. അതിനാൽ എന്നെ വെടിയാക്കണമേ. ഉറച്ച മണ്ണിനേക്കാൾ ഞാൻ വെടിയാകും. സന്തോഷമുള്ളവരെ നീ തിരുപ്പതിയാക്കണമേ. ചെഴുവളരെ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളെയൊക്കെ മായ്ക്കുവാനാണ്. ദൈവമേ, വെടിപ്പുള്ള സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള ആത്മാവിനെ പുതുതാക്കണമേ. നിന്റെ തിരുവുകളിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ വിശുദ്ധാത്മാവിനെ എടുക്കുകയും അരുതേ. തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവ് എന്നെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും. പാപികളിലേക്ക് തിരികെയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തത്തിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. എന്റെ നാമത്തിൽ നീതിയെ സ്തുതിക്കും. കർത്താവേ, അധരങ്ങളിലേക്ക് തുറക്കണമേ. എന്റെ വായിലെ സ്തുതികൾ പാടും. എന്നാൽ ബലികൾ നീ തിരുമനസ്സായില്ല. ഹോമബലികൾ നീ
നിരപ്പായിരുന്നില്ല. ദൈവത്തിന്റെ വിളികളുടെ ആത്മാവാകുന്നു. ദൈവം നിലകൊള്ളത്തെ നിരസിക്കുന്നില്ല. നിന്റെ ശുദ്ധാത്സികളോട് നന്മ ചെയ്യണമേ. ഊഷ്മേവിന്റെ മതിലുകൾ പണിയണമേ. അപ്പോൾ നീ ബലികളും ഹോമബലികളും നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാളുകൾ ബലിയായി കരയേറും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുമോ പാർക്കുമോ. ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലമായ ഇഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷവും അന്യനും സ്വീകരിക്കത്തക്കുകയും ചെയ്യത്തക്കോണമുള്ള ഐക്യമത്യം ഇവരിൽ ഉണ്ടാവുകയും ചെയ്യണമേ. ഓശോ Thank you.
അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. വിജാതീയപുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുത്ത എല്ലാ കളങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയരക്തത്താൽ വെളിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ വിശ്വാസികളുടെ ദാസ്യത്വം നമ്മളെ രക്ഷിച്ച് സർവവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയമണവാളുടെ സ്തുതി തന്റെ സഭയുടെ വിവാഹത്തിലേക്കുള്ള വിജാതികളെയും സജാതികളെയും ദീർഘദൃശ്യമാരെയും സ്നേഹിതന്മാരെയും സർവം സംരക്ഷണിച്ചവരായ വാഴ്ത്തപ്പെട്ടവരാകുന്നു. തന്റെ ദാസരുടെ സമയത്തും സകല പെരുന്നാളുകളും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളായോടുകൂടിയിരിക്കുന്നതായ ദിവസങ്ങളൊക്കെയും സ്തുതി ബഹുമാനോട് മനുഷ്യരുടെ സർവവിജ്ഞാനത്തിൽ ഉയർന്നവയ്ക്ക് അധീനനായിരിക്കുന്നവരും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവികാനുഗ്രഹങ്ങളുടെ ഉറവിടമായ ദൈവമായി വെളിപ്പുള്ള അനാദിതമായി എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിന് മുതിയ ദിനമാകുന്നു. തന്റെ സൃഷ്ടി അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ വിശ്വാസത്തെ മഹാമനസ്കരോടെ അംഗീകരിക്കുകയും ചെയ്ത നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു അനുഗ്രഹങ്ങൾ നൽകി പരിമളവാസനോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാർ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി മഹത്വസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിൽ വിവാഹനിശ്ചയം നടത്തി അതിനെ നിനക്ക് മധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോട് ചവിട്ടുകയും ചെയ്തു. ജയകരമായ ശരീരത്തിന് മോതിരമായിട്ട് വെളിപ്പോട്ട് നൽകി അതിനെ സന്തോഷിപ്പിച്ചതിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോട് പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നവരത്താവിന്റെ മുകളിൽ നിവസിപ്പിച്ചു. പരിശുദ്ധ ശ്രീകന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണമാവുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആ മോതിരങ്ങൾ കൂടി ഇരിക്കുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചു നീയാകുന്നു. ദൈവമായ നിന്റെ ബലഹീനദാസരായ അടിയങ്ങൾ ആശീർവദിച്ചിരിക്കുന്നതായി മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നതിനാൽ വിശുദ്ധമായി തീരുവാൻ സമ്മതിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവപുരാനെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവ അനുഗ്രഹങ്ങളായി മോതിരങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ ഞങ്ങളുടെ പുത്രനാമേ മണവാളൻ പുത്രിയായി മണവാട്ടി ഞാൻ സമ്പൂർണ്ണ കുറവുള്ളവരുമായി തീരുവാൻ സംഗതിയാക്കണമേ. കർത്താവേ സകലമായ നിങ്ങൾ നമ്മളെ വന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണം. ദൈവമായ അഭംഗമായി സന്തോഷിപ്പിക്കണമേ. നശ്വരമായി മണമുറയിലൂടെ ആയുഷ്കാലം മുഴുവൻ വിവിധ തരത്തിൽ നിന്ന് അലങ്കരിക്കും. ഈറന്മാരെ വിടപെടാതെ സന്തോഷത്തോടിരിക്കുന്നു. ആ സ്വർഗീയ മണമുറയിലേക്ക് കരുണയോടെ ചെയ്യണമേ. സ്നേഹത്തോടെ നീ സ്വതന്ത്രമാക്കണമേ. ഇവർ നിന്നെ വാഴ്ത്തുകയും തിരുവൻപാടുകയും നിന്റെ പിതാവിനെ പരിശുദ്ധാത്മാവിനെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ.
തനിക്കായി വാദം ചെയ്യുന്ന തിരുവുപാകുന്ന ബലഹീനനായ നിങ്ങളുടെ മാനസം പോലെ പരസ്പരം വാദം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസിൽ നിന്നും സുഹൃത്തുക്കളോടെയാകുന്ന മതപരമേശ്വരയുടെ ആത്മാർത്ഥമായ സ്നേഹവും ഒരുക്കും ശാന്തതയും വികാരപരമല്ലാത്ത ഐക്യവും ഇവരുണ്ടാകുമാറാകണമേ. ആത്മാവിനും ശരീരത്തിനും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ പരിശുദ്ധമായി സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. കരുണയോടെ കേൾക്കപ്പെടുകയും നിന്റെ വിവാഹം ചെയ്തിട്ടുള്ള ഈ മോദത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായ ഈ വനത്തെ ആയുഷ്കാലം മുഴുവനും നിന്നോട് കൂടെ ഉണ്ടായിരുന്നു നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്നേഹന്മാരിൽ നിന്ന പോലെ ആചാര്യന്മാരുടെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധവും നീ സ്തുതി കരയറ്റുകയും ചെയ്യുമാറാകട്ടെ. ഓശോ സഭയുടെ സന്തോഷത്തെ തന്നെ വശിയാമൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരവിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടി സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിഭാഗ്യതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും റബേക്കയുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളിനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമേറിയ വെടിപ്പൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും
ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. സ്വരപ്പിലങ്ങളായ സൂക്ഷ്മ പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിഭാഗതയാൽ അവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിലും ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളട്ടെ. പാവനമായ ഭാഗത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കൾ ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്നും നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളും ദാസരുമാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയസ്ലീപായാൽ ഈ മണവാളിനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെയും മേൽ നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. ഓശോ ദൈവത്താൽ നീതീകരിക്കപ്പെടുന്ന ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ നിങ്ങളുടെ ബുദ്ധിമുട്ടായ 30 100 മിനിറ്റായി ദൈവം പ്രതിഫലം നൽകുമാറാവട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാവട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ജയമുള്ള ശ്രീവ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നമ്മളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വിവാഹകൂദാശയുടെ ആദ്യത്തെ ക്രമം വിവാഹ നിശ്ചയം ഇപ്പോൾ പരിശുദ്ധ സഭ അംഗീകരിച്ചിരിക്കുന്നു. ഇനിയും ദമ്പതികളെ കിരീടധാരണം നടത്തി കുടുംബജീവിതത്തിൻ്റെ രാജാവും രാജ്ഞിയുമാക്കി അവരോധിക്കുന്ന ശുശ്രൂഷയാണ് അവശേഷിക്കുന്നത്. ഈ വേളയിൽ ഈ ദമ്പതികൾക്ക് വിവാഹ മംഗളങ്ങൾ നേർന്നുകൊണ്ടും ഇവിടെ ദാമ്പത്യ ജീവിതത്തിൽ കാത്തിരിക്കുന്നവരും ദാമ്പത്യ ജീവിതത്തിൽ പ്രവേശിച്ചവരുമായ എല്ലാവർക്കും ഒരു നല്ല തോതിന് വേണ്ടി അല്പസമയം ഇരിക്കാം. ഇടയുടെ മുൻ വികാരി ബഹുമാനപ്പെട്ട ജോമോനച്ചൻ ഇപ്പോൾ ഏതാനും വചനങ്ങൾ ഈ ദൈവിക കൂദാശയുടെ ഈ ഇടവേളയിൽ നിങ്ങളെ അറിയിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയനും ഇന്നത്തെ വിവാഹകൂദാശയുടെ മുഖ്യ കാർമ്മികനുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ടി കെ ജോർജ് വർഗീസ് പപ്പാച്ചൻ, ഈ ഇടവക വികാരിയായിരിക്കുന്ന ബഹുമാന്യനായ കെ എ ചെറിയനച്ചൻ, ബഹുമാനപ്പെട്ട ബിനുവച്ചൻ, ബഹുമാനപ്പെട്ട ഐസക്കച്ചൻ, ബഹുമാനപ്പെട്ട സോമിനച്ചൻ, പ്രിയ പുന്നൂസ് ചമാശൻ, പ്രിയ മണവാളൻ സിജോ, പ്രിയ മണവാട്ടി ജീവ, കർത്താവിൽ അനുഗ്രഹീതരായ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, വാസ്തവച്ചൻ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിവാഹമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു സന്ദർഭമാണ്.
പൗരസ്ത്യ പാരമ്പര്യത്തിൽ വിവാഹ കൂദാശയെ സംബന്ധിച്ച് 3 പദങ്ങൾ ഉപയോഗിക്കും. ആ പദം മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തിക്കൊള്ളാം. വിവാഹ കൂദാശയെ സംബന്ധിച്ച് പൗരസ്ത്യ പാരമ്പര്യത്തിൽ പറയുന്ന 3 പദങ്ങളാണ്. 1, വിവാഹം ഒരു കർമ്മമാണ്. 2, വിവാഹം ഒരു മർമ്മമാണ്. 3, വിവാഹം ഒരു ധർമ്മമാണ്. ഇതൊരു കർമ്മമാണ്. എല്ലാ പാരമ്പര്യത്തിലും എല്ലാ സംസ്കാരത്തിലും വിവാഹ കൂദാശ അനേകം കർമ്മങ്ങൾ ചേർത്ത് ഇണക്കിയതാണ്. വിവാഹ കൂദാശ, വിവാഹ സന്ദർഭങ്ങളൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ പൗരസ്ത്യ പാരമ്പര്യത്തിലും കർമ്മങ്ങളിലൂടെയാണ് ഇത് പൂർത്തീകരിക്കപ്പെടുന്നത്. ഈ കർമ്മത്തിൽ ദൃശ്യമായ പുരോഹിതന്മാരുടെ സാന്നിധ്യമുണ്ടെങ്കിലും അദൃശ്യമായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ കർമ്മങ്ങൾക്കെല്ലാം അർത്ഥവും പൊരുളും ഉള്ളതാണ്. ഈ അർത്ഥതലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ് അതിൻ്റെ ദിശകളെ കുറിച്ച് കൂടുതലായ ബോധ്യം നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ഇന്ന് സാധാരണ മണവാളനും മണവാട്ടിയും മറ്റു പാരമ്പര്യങ്ങളിലൊക്കെ മോതിരം പരസ്പരം കൈമാറുന്ന സന്ദർഭത്തിൽ പൗരസ്ത്യ പാരമ്പര്യത്തിൽ, സഭയുടെ പാരമ്പര്യത്തിൽ, വിശ്വാസ പാരമ്പര്യത്തിൽ ആ മോതിരങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ട് സമർപ്പിച്ച് ദൈവത്തിൻ്റെ പ്രതിപുരുഷനായ പുരോഹിതൻ അത് വാഴ്ത്തി കൈകൾ വിട്ടുതരുന്ന പാരമ്പര്യമാണ് പരിശുദ്ധ സഭയ്ക്കുള്ളത്. അതെന്തെന്ന് ചോദിച്ചാൽ, 2 വ്യക്തികൾ തമ്മിൽ ഒരു കുടുംബത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുണ്ട്, ദൈവകൃപയും ദൈവമാണ് ഒന്നാക്കുന്നതെന്നുള്ള ആഴമായ ബോധ്യത്തിലാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഈ നമ്മുടെ ആഭരണങ്ങളൊക്കെ സമർപ്പിക്കുന്നത്. നമുക്ക് പരസ്പരം വിട്ടുകൊടുക്കാൻ പറ്റുമായിരുന്നു, പക്ഷേ സഭയുടെ പാരമ്പര്യത്തിൽ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതം ആരംഭിക്കുന്നത് ബലിപീഠത്തിൽ നിന്നാണ്. മാമോദീസ ഏറ്റതിനു ശേഷം ഒരു കുഞ്ഞിനെ ബലിപീഠത്തിന്റെ കോണുകൾ മുത്തിച്ചുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതം ആരംഭിക്കുന്നത്. സിജോ ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു. ഈ കോണുകൾ മുത്തിക്കൊണ്ടാണ് ആത്മീയ ജീവിതം ആരംഭിച്ചത്. ദീപയുടെയും ആത്മീയ ജീവിതം ആരംഭിച്ചത് ബലിപീഠത്തിന്റെ സന്നിധിയിൽ നിന്നാണ്. നിങ്ങളുടെ ജീവിതത്തിലെ വിഷമങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഇതുവരെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ പറയുവാനായിട്ട് ഓരോ ഞായറാഴ്ചകളിലും വന്നെത്തിയത് ബലിപീഠത്തിന്റെ സന്നിധിയിലാണ്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന ഒക്കേഷനായ ഈ ഒരു വിവാഹ കൂദാശ നടക്കുന്നത് ആ ബലിപീഠത്തിന്റെ സന്നിധിയിലാണ്. അതുകൊണ്ട് ബലിപീഠത്തിന്റെ സാന്നിധ്യമാണ് ക്രൈസ്തവ ജീവിതത്തിൽ, പ്രത്യേകിച്ച് പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യത്തിൽ ബലിപീഠമാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാത്തിനും സാക്ഷി. നമ്മുടെ മരണം വരെയും മരണനിമിഷവും ആ ബലിപീഠത്തിന്റെ സന്നിധിയിൽ കൊണ്ടുവന്നിട്ട് മാത്രമേ തിരിച്ചു കൊണ്ടുപോകാറുള്ളൂ. അതുകൊണ്ട് ബലിപീഠം എന്ന് പറയുന്നത് പൗരസ്ത്യ പാരമ്പര്യത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു സാക്ഷിയാണ്. സഭാക്രമത്തിൽ തക്സായിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദമാണ് ജീവനുള്ള ബലിപീഠമെന്ന്. വൈദികൻ കുർബാന അർപ്പിക്കുമ്പോൾ ഇറങ്ങുമ്പോൾ പറയുന്നത് ജീവനുള്ള ബലിപീഠമേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഈ ബലിപീഠത്തിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ടാണ് ഈ കർമ്മം പൂർത്തീകരിക്കപ്പെടുന്നത്. നിങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളെ സഭയുടെ മുമ്പിൽ, ദൈവത്തിന്റെ മുമ്പിൽ, പുരോഹിതന്മാരുടെ മുമ്പിൽ ഇവിടെ അംഗീകരിച്ച് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുവാനായിട്ട് തീരുമാനിച്ചു എന്ന് പറയുന്ന ഉറപ്പാണ്, നിശ്ചയമാണ് ഇപ്പോൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. രണ്ടാമത്തെ കർമ്മം എന്ന് പറയുന്നത് കിരീടധാരണമാണ്. ബഹുമാനപ്പെട്ട ചെറിയാനച്ചൻ ഓർപ്പിച്ചതുപോലെ കിരീടധാരണം സാധാരണ രാജാവിനും രാജ്ഞിക്കുമുള്ളതാണ്. രാജാവിനും രാജ്ഞിക്കുമാണ് കിരീടമുള്ളത്. ആ ഒരു പാരമ്പര്യത്തിൽ തന്നെയാണ് കുടുംബത്തിന്റെ രാജാവും രാജ്ഞിയുമായിട്ട് ഇന്ന് സിജോയും ജീവയും അഭിഷേകം ചെയ്യപ്പെടുകയാണ്. ദൈവരാജ്യത്തിന്റെ കൊച്ചു പതിപ്പാണ് കുടുംബമെന്ന് എപ്പോഴും പറയും. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് നിന്റെ രാജ്യം വരണമേ എന്നാണ്. സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ നിന്റെ രാജ്യം വരണമേ എന്നാണ് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും 7 യാമങ്ങളിലും നാം ചൊല്ലാറുള്ളത്. ആ നിന്റെ രാജ്യം, ദൈവരാജ്യ അനുഭവം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ കുടുംബത്തിലേക്ക് വരുമ്പോഴാണ് ദൈവരാജ്യ അനുഭവം നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇനിയും അതിനോട് ചേർന്ന് തന്നെ ചാർത്തുന്നതാണ് മിന്നൽ. അത് ഈ ഭാരതീയ പാരമ്പര്യമാണെങ്കിലും നമ്മുടെ പിതാക്കന്മാർ അതിൻ്റെ അർത്ഥതലങ്ങളെ സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്തിട്ട് മിന്നേൽ കുരിശാക്കിയിട്ട്, കുരിശ് 9 മുത്തുകൾ ചേർത്ത് 7 കുരിശായിട്ടും 2 മകുടമായിട്ടും ചേർത്തുകൊണ്ടാണ് നമ്മുടെ കഴുത്തേൽ അണിയുവാനായിട്ട്, മണവാട്ടിയുടെ കഴുത്തിൽ അണിയുവാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ 9 സത്തലങ്ങളാണ്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം എന്ന് പറയുന്ന ഗലാത്യ ലേഖനം 5-ാം അധ്യായം 23-ാം വാക്യത്തിൽ പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നതായ 9 ഫലങ്ങളാണ് ഈ 9 മുത്തുകൾ. അതുകൊണ്ട് ഇന്ന് ദൈവരാജ്യം നിർമ്മിക്കുവാനായിട്ട് നിങ്ങൾ തുടങ്ങുകയാണ്. നിങ്ങളുടെ കൊച്ചു വീട്ടിൽ ഒരു ദൈവരാജ്യം നിർമ്മിക്കാൻ പോവുകയാണ്. നമ്മൾ നിന്റെ രാജ്യം വരണമേ എന്ന് പറയുമ്പോൾ, ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ, ആ പ്രാർത്ഥന അങ്ങ് വത്തിക്കാനിൽ വന്നിട്ട്
അല്ലെങ്കിൽ ദേവലോക വരവിനയിൽ വന്നിട്ട് ദേവാലയത്തിൽ വന്നിട്ട് വീട്ടിലെത്തുമെന്നല്ല വിചാരിക്കേണ്ടത്. നിന്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ വന്നിട്ടാണ് ദേവാലയത്തിലെത്തുന്നത്, പിന്നെ അങ്ങ് മുകളിലേക്ക് പോവുകയുള്ളൂ. അതുകൊണ്ട് നാം ഓർക്കേണ്ടത് ദൈവരാജ്യത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി ഇന്ന് തീരുമാനമെടുക്കുകയാണ്. അതിന് വേണ്ടത് ഈ 9 മുത്തുകളാണ്. വിവാഹം കഴിഞ്ഞവർക്കൊക്കെ അറിയാം, ഇന്ന് മിന്നൊക്കെ കഴുത്തിലുണ്ടാവും. എത്ര മുത്തുണ്ടാവും? അതിൽ 9 മുത്തുകൊണ്ടോ? എല്ലാ വർഷവും എണ്ണണമെന്നാണ് പറയുന്നത്. എല്ലാ മുത്തും ഉണ്ടോയെന്നോ? സ്നേഹം ഒരു വർഷം കഴിഞ്ഞപ്പോൾ സ്നേഹത്തിന്റെ മുത്ത് അവിടെ തന്നെയുണ്ടോ? ക്ഷമ കൂടുന്നുണ്ടോ? സഹനം കൂടുന്നുണ്ടോ? ഓരോ വർഷവും മുത്തുകൾ എണ്ണിയാണ് ജീവിക്കേണ്ടത്. അതുകൊണ്ട് സ്നേഹം വർദ്ധിക്കാനായിട്ട് സാധിക്കണം, ക്ഷമ വർദ്ധിക്കുവാനായിട്ട് സാധിക്കണം, സഹനം വർദ്ധിക്കണം. അവിടെയാണ് ദൈവരാജ്യ അനുഭവം കുടുംബത്തിലേക്ക് വരുന്നത്. അപ്പം ഇന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണ്, ഞങ്ങളുടെ വീടിനെ ഒരു കുടുംബത്തെ ഒരു ദൈവരാജ്യമാക്കുമെന്ന് തീരുമാനിച്ചാൽ അത് നടക്കും. ഇന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതൊരു നരകമാക്കാൻ. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന ഒരു കൊച്ചു രാജ്യമാണ് നിങ്ങളുടെ കുടുംബം. ആ രാജ്യത്തിൻ്റെ രാജാവും രാജ്ഞിയുമായിട്ടാണ് അഭിഷേകം ചെയ്യപ്പെടുന്നത്. ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ പരസ്പരം സംവേദനം ചെയ്തുകൊണ്ട്, പരസ്പരം അറിഞ്ഞുകൊണ്ട്, ഈ സഭയുടെ പാരമ്പര്യത്തിൽ കർത്താവും സഭയും തമ്മിലുള്ള ബന്ധത്തെയാണ് ഈ പാട്ടുകളിൽ മുഴുവനും പാടുന്നത്. സഭ കർത്താവിനെ സ്നേഹിച്ചതുപോലെ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ എന്നുള്ള അർത്ഥത്തിലാണ് ഈ പാട്ടുകൾ മുഴുവൻ. കാരണം പൗലോസിന്റെ അടുക്കൽ പൗലോസിന് യേശുക്രിസ്തുവിന്റെ ദർശനമുണ്ടായ സമയത്ത് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ചോദിക്കുന്നുണ്ട്, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നുണ്ട്. സഭയെ ഉപദ്രവിച്ചപ്പോൾ, സഭയ്ക്ക് ഒരു കൊച്ചു വേദന ഉണ്ടാകുമ്പോൾ ഏറ്റവും അധികം വേദന ക്രിസ്തുവിനാണ്. അതുപോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസായിരിക്കുമെന്ന് പറയുമ്പോൾ അധികാരത്തിന്റെ അല്ല, കാലിൽ ഒരു ചെറിയ മുള്ളു കൊണ്ടാൽ ആദ്യം അറിയുന്നത് ശിരസിലാണ്. ശിരസ് അത് അറിഞ്ഞിട്ട് അതിനനുസരിച്ചാണ് പ്രതികരിക്കുന്നത്. അതുകൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറയുന്നത്, ഭർത്താവ് ഭാര്യയുടെ ശിരസായിരിക്കും എന്ന് പറയുന്നത് അത് ഭരിക്കുവാനായിട്ടുള്ളതല്ല, പക്ഷേ പരസ്പരം മനസ്സിലാക്കുവാനായിട്ടുള്ള വലിയൊരു ക്രമത്തിന്റെ ഭാഗമായിട്ടാണ്. നമ്മുടെ ശിരസ് അറിഞ്ഞില്ലെങ്കിൽ വേദന അറിയുകയില്ല, വേദന കുഴപ്പത്തിലേക്ക് പോകും. അതുകൊണ്ട് വേദനകൾ പരസ്പരം അറിഞ്ഞ് തിരിച്ചറിഞ്ഞ് ജീവിപ്പാനായിട്ടുള്ള ഒരു വലിയ വിളിയാണ് കർമ്മത്തിൽ നമുക്ക് പൂർത്തീകരിക്കപ്പെടുവാനായിട്ടുള്ളത്. ഇത് ഒരു മർമ്മമാണ് എന്ന് പിതാക്കന്മാർ പറയുന്നത്. പിതാക്കന്മാർ പറയുന്നത് ഇറ്റ്സ് മിസ്റ്ററി. വിവാഹ കുദർശ എന്ന് പറയുന്നത് ഒരു മിസ്റ്ററിയാണ്, അതൊരു രഹസ്യമാണ്. ഈ സാക്രമെന്റ് എന്ന പദം നമ്മൾ ഉപയോഗിക്കുന്നെങ്കിലും ഇതൊരു രഹസ്യം എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. കാരണം അദൃശ്യമായ ദൈവത്തിന്റെ കൃപയാണ് ഒന്നിപ്പിക്കുന്നത്. നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ട് കാണും. ബാഹ്യമായ സൗന്ദര്യമായിരിക്കാം നിങ്ങൾ പരസ്പരം ഇതുവരെ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിദ്യാഭ്യാസമോ ബാഹ്യമായ മേന്മകളൊക്കെ ആയിരിക്കാം. പക്ഷേ ഇന്നു മുതൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില കുറവുകൾ കൂടി പരസ്പരം കാണാൻ പോവുകയാണ്. പങ്കാളിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ കണ്ടാൽ ഇട്ടിട്ട് ഓടിപ്പോകുവാനായിട്ടുള്ളതല്ല വിവാഹത്തിലെടുക്കുന്നതായ തീരുമാനം. എൻ്റെ പങ്കാളിയുടെ ജീവിതത്തിൽ, എൻ്റെ പാർട്ട്ണറുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ കൂടിയാണ് കർത്താവ് എന്നെ ഏൽപ്പിച്ചതെന്നുള്ള ചുമതലാബോധ്യത്തോടു കൂടിയാണ് ആകണം കുടുംബത്തിലേക്ക് പ്രവേശിക്കുന്നത്. എൻ്റെ പങ്കാളിയുടെ ജീവിതത്തിലെ കുറവുകളെ പരിഹരിക്കാൻ സ്നേഹപൂർവ്വമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ട്, നല്ല വാക്കുകൾ കൊണ്ട്, നല്ല തീരുമാനങ്ങൾ കൊണ്ട് പങ്കാളിയുടെ ജീവിതത്തെ നന്മയിലേക്ക് നയിപ്പാൻ തക്കവണ്ണമുള്ള ഒരു തീരുമാനമെടുക്കുമ്പോഴാണ് കുടുംബജീവിതത്തിന്റെ അർത്ഥമുണ്ടാകുന്നത്. 50 വർഷം 50-ാം വിവാഹ വാർഷികം ആഘോഷിച്ച ഒരു ദമ്പതികൾ എൻ്റെ അടുക്കൽ വന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞങ്ങളുടെ വഴക്കുകളുടെ 50-ാം വാർഷികമാണ് പറഞ്ഞത്. ഞങ്ങളുടെ വഴക്കുകളുടെ 50-ാം വാർഷികം. ഞങ്ങൾ 50 വർഷമായിട്ട് പിണക്കമൊക്കെ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ ഇതുവരെയും ഞങ്ങൾ തിരിഞ്ഞു പോയിട്ടില്ല. കൊച്ചു കൊച്ചു പിണക്കങ്ങളും ഒക്കെ കുടുംബജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ കിടക്കയിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ പരസ്പരം രമ്യപ്പെട്ട് സ്നേഹത്തോടെ, ക്ഷമയോടെ, സഹനത്തോടെ ഒരുമിച്ച് പോകുന്ന ഒരു അനുഭവമാണ് ദൈവരാജ്യ അനുഭവം എന്ന് പറയുന്നത്. പരസ്പരം കാണുവാനായിട്ടും പരസ്പരം അറിയുവാനായിട്ടും പരസ്പരം സ്നേഹിക്കുവാനായിട്ടും സാധിക്കുന്നു. അത് മീൻസ് ദൈവത്തിൻ്റെ അദൃശ്യമായ കൃപയുണ്ടെങ്കിൽ മാത്രമേ ഒന്നായിട്ട് നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ തീരുമാനത്തെക്കാൾ ഉപരി ദൈവത്തിൻ്റെ അദൃശ്യമായ കൃപ വേണം കുടുംബം നന്നായിട്ട് പോകുവാൻ. അതുകൊണ്ടാണ് ഒരു പ്രധാന ചൊല്ലുള്ളത്, എ ഫാമിലി പ്രേസ് ടുഗദർ സ്റ്റേസ് ടുഗദർ. ഒരു കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഒരുമിച്ച് നിലനിൽക്കും. ഇന്നു മുതൽ നിങ്ങൾ തീരുമാനിക്കണം, രാവിലെയും വൈകിട്ടും കൃത്യമായിട്ട് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. കാരണം മനുഷ്യന്റെ ബുദ്ധിയേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്നാമത്തെ ക്രമത്തിൽ പാടി ഉയരത്തെയും ആഴത്തെയും ക്രമീകരിച്ചതായ ദൈവത്തിൻ്റെ കൃപ ഇവരെ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് ക്രമീകരിക്കട്ടെ എന്നാണ് പ്രാർത്ഥന ചൊല്ലി.
സ്വർഗത്തെയും ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയൊക്കെ അതാത് സ്ഥാനത്ത് നിർത്തിയ ദൈവത്തിന്റെ ശക്തി തന്നെയാണ് ഇപ്പോൾ നിങ്ങളെ ഒന്നിപ്പിക്കുന്നത്. പക്ഷേ അതൊക്കെ അതാത് സ്ഥാനത്തൊക്കെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യനെ മാത്രമാണ് ഒന്ന് നിർത്തുവാനായിട്ട് ദൈവത്തിന് പ്രയാസമുള്ളത്. അതുകൊണ്ട് ആ പ്രാർത്ഥന എങ്ങനെ ചൊല്ലിത്തരികയാണ്, ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ ദൈവത്തിന്റെ കൃപ നിങ്ങളെ ഒന്നിപ്പിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ഗ്രേസ്, ഇറ്റ്സ് ഔട്ട് ഓഫ് ഗോഡ്സ് ഗ്രേസ്. ദൈവത്തിന്റെ കൃപയിൽ മാത്രമേ ഒന്നായി നിൽക്കുവാനായിട്ടും ഒന്നായി ജീവിപ്പാനായിട്ടും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് രാവിലെയും വൈകിട്ടുമുള്ള വേദപുസ്തകം വായനയും പ്രാർത്ഥനയും ഇന്നു മുതൽ തന്നെ തുടങ്ങണം. നാളത്തേക്കിന് മാറ്റി വെച്ചു കഴിഞ്ഞാൽ മറ്റന്നാളായി പോകും. അതുകൊണ്ട് ഇന്ന് തന്നെ തുടങ്ങേണ്ടത് ഇന്ന് തന്നെ തുടങ്ങുവാനായിട്ട് സാധിക്കണം. നമ്മുടെ കുടുംബ ജീവിതത്തിലെ പ്രാർത്ഥന, കുടുംബത്തിലെ പ്രാർത്ഥനയാണ് നമ്മുടെ ശക്തി. ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ കൃപ അവിടെ വന്നിട്ട് നിങ്ങൾ പരസ്പരം അകൽച്ചകൾ ഉണ്ടായാലും ദൈവത്തിന്റെ കൃപ ചേർത്ത് കൊണ്ടുപോകുന്നതായ രീതി ഒരു മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് ഇതൊരു ധർമ്മമാണ്. ഒത്തിരി ധർമ്മങ്ങൾ ഇപ്പോൾ ഏറ്റെടുക്കുകയാണ്, ഒത്തിരി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയാണ്. നിങ്ങൾക്ക് കുടുംബത്തോടൊരു ധർമ്മമുണ്ട്, കുടുംബത്തോടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതോടൊപ്പം തന്നെ ദൈവത്തോടുള്ള ധർമ്മമുണ്ട്. ദൈവത്തോട് നമ്മൾ ചെയ്യേണ്ടത് റെസ്പോൺസിബിൾ ആയിരിക്കണം. സഭയോടുള്ള ധർമ്മമുണ്ട്. ഈ ധർമ്മങ്ങളെല്ലാം കൂടി ഏറ്റെടുക്കാൻ പോവുകയാണ്. ആ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് കൂടുതൽ ഇനി മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. സഭയോടുള്ളൊരു ധർമ്മമുണ്ട്. നമ്മുടെ ഏണിങ്സിന്റെ ഒരു പങ്ക് ദരിദ്രർക്ക് കൊടുക്കുവാനായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് നമ്മൾ ഏറ്റെടുത്ത് കൊടുക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഉയർന്ന് നമ്മുടെ കുടുംബത്തിന് അത് അനുഗ്രഹമായി തീരുവാനായിട്ട് സാധിക്കും. നമുക്കുള്ള സമ്പത്ത്, നമുക്കുള്ളതെല്ലാം പരസ്പരം പങ്കുവെച്ച് റെസ്പോൺസിബിളായിട്ട് സഭയോട്, ദൈവത്തോട്, കുടുംബത്തോട് റെസ്പോൺസിബിളായിട്ട് ജീവിക്കുവാൻ വേണ്ടിയുള്ള ഒരു ധർമ്മത്തിന്റെ വെളിയാണിത്. ഇതൊരു കർമ്മമാണ്, ഇതൊരു മർമ്മമാണ്, ഇതൊരു ധർമ്മമാണ്. ഈ വിധത്തിൽ കുടുംബജീവിതത്തെ നയിപ്പാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ നിങ്ങളെ സഹായിക്കട്ടെ. ബഹുമാന്യനായ എപ്പിസ്കോപ്പ അച്ഛന്റെയും മന്ദിരായ വൈദികരുടെയും ശുമാശന്റെയും ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള സ്നേഹവും ആശംസകളും നിങ്ങൾക്ക് അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നതിലേക്കും ചെറിയപ്പെടുമാറാകണമേ. ദൈവം തമ്പുരാനെ അനശ്വരമായ വിരുദ്ധനും അഴിവില്ലാത്തതായ മണവരയ്ക്ക് ഞങ്ങളെ നിയോഗനാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കുമാറാക്കണമേ. അവരുടെ കൂട്ടത്തിനോട് ഇടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വകുപ്പുലസുമാനുണ്ടാവല്ലേ. മുറിയൂറാകി വിളയുവതായി
നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, സന്തോഷോല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മുഴുവൻ പുകഴ്ചയും പറഞ്ഞു പോകാത്ത നല്ല ഉന്നതി എല്ലായ്പ്പോഴും സദാ സമർപ്പിക്കുവാനായി ഞങ്ങളും യോഗ്യരാകണമേ. ഭാരതമോ ഉണ്ടായിരുന്നവനെപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂവും മാലാഹമാർ തന്റെ സിംഹാസനത്തിൽ ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണയ്ക്കുന്ന ആരാധ്യന്റെ വചനവും തൻ്റെ ബഹുലമായ കരുണയാൽ ഞങ്ങളെല്ലാവരുടെയും മേൽ ദയവ് തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും ഞങ്ങളിൽ നിന്ന് അന്യമായി പോയിരുക ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിപ്പിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വം ജ്ഞാനിക്കുന്ന ആർക്കും എൻ്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ അറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും തൻ്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന്റെ സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകലവരുന്ന നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങളെല്ലാം ജീവനോടെ ഇരിക്കുന്ന നാടുകളൊക്കെ സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തെ മുമ്പായി ഞങ്ങൾ സമർപ്പിക്കും. സകല സ്വർഗീയ സേനകളുമായി നിറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമയന്മാരുടെ കൂട്ടങ്ങൾ തൻ്റെ ശ്രേഷ്ഠതയിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണീയങ്ങളായ നിന്റെ കൃപാകവാഹങ്ങളാലും നിസ്സീമമായ ദയവാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ എളിയവരും മണമേയമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചു കൊണ്ടുപോകാനായി നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങൾ നിന്റേതായ പ്രമാണമാർഗത്തിൽ ഇവരെ കാത്ത് നയിച്ചുകൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന ധർമ്മണി കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് സുന്ദരി
Subahola bola brovel ro kadiso. ത്തിലെ പട്ടണത്തിൽ കല്യാണ വിരുന്നിനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായ വിദ്യയാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യ സ്നേഹി സാക്ഷാൽ സത്യമണവാളനുമായി നിർത്താവേ, ഇപ്പോൾ നിന്റെ ശുദ്ധബലിപീഠത്തിന് മുൻപാകെ തലകുലിച്ചു നിൽക്കുന്ന എന്റെ ദാസന് ഈ സുഗന്ധധൂപം അംഗീകരിച്ചുകൊണ്ട് നീ അനുഗ്രഹിക്കണമേ. കരുണയും ദൈവം പറഞ്ഞതാ നിന്റെ വലത് ഇവരുടെ മേൽ താമസിപ്പിക്കണമേ. ആത്മീയമായ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ള വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളവരിൽ നിന്ന് ഞങ്ങൾ ഇവരെ യോഗ്യരാക്കണമേ. ഞങ്ങൾ ഇവിടെ നിന്റെ വലത് ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിന്റെ പരിശുദ്ധാത്മാവിൽ സ്തുതിയും സ്തോത്രവും കരയുകയും ചെയ്യുമാറാകണമേ. നാമത്തിൽ സർവദാ സർവത്തിനു വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുകയും മനുഷ്യരുടെ സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുകയും സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കുകയും എന്നാൽ മനുഷ്യ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മനുഷ്യായി കീഴ്പ്പെടുവാനും തന്നെ ഭാര്യമാരും അവരുടെ ഭർത്തന്മാർക്ക് സകലത്തിനും കീഴ്പ്പെടണം. പുരുഷന്മാരെ മനുഷ്യ തന്റെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. സഭയെ ജലത്തിലുള്ള സ്നാനം കൊണ്ടും വചനം കൊണ്ടും വേണമെന്ന് ശുദ്ധീകരിക്കുവാനും കുറ്റമോ ക്രൂരമോ തത്വങ്ങളായ മറ്റു വിധമോ കൂടാതെ നിർമ്മലയും വിശദീയമായ തേജസ്നേഹമായിട്ട് സഭയ്ക്ക് മെസ്സിയ സമാനെ സംഭവിച്ചുവല്ലോ. അങ്ങനെ തന്നെ പുരുഷൻ സന്തശരീരങ്ങൾ എന്ന പോലെ ഭാര്യയെ സ്നേഹിക്കുന്നതാകുന്നു. എന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണെന്ന് സ്നേഹിക്കുന്നത്. അവരും ഒരിക്കലും സന്തോഷത്തിലെ ദോഷിക്കുന്നില്ലല്ലോ. പിന്നെ മനുഷ്യ സഭയ്ക്ക് വേണ്ടുന്ന പോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സവിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളും മാംസ സംബന്ധികളും അസ്ഥിസംബന്ധികളും ആകുന്നു. ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെ മാതാവിനെ വിട്ടുപിരിഞ്ഞ് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും. അവരിലും മേള ശരീരമായി തീരുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മനുഷ്യയെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചുമാണ് പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും എന്ന പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സുഹൃത്താനെ ആദരിക്കുകയും വേണം. മക്കളെ നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പിൻ. എന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനോ നീ ഭൂമി ദീർഘായുസ്വാനുമാനായിട്ട് നിന്റെ പിതാവിനെ മാതാവിനെ ബഹുമാനിക്കുന്നത് വാഗ്ദത്തോടുകൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ആമീനായി പറയുമോ. Oh
വായിക്കുന്നു. ഇരിക്കുന്ന ആളുകൾ ഈ വേദവായന കയ്യോട് എഴുന്നേറ്റ് നിൽക്കണം. നാം അടക്കത്തോടും ഭയത്തോടും അടക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുവിശിഹായുടെ സേവകരിയോന്റെ ദൈവത്തിന്റെ ജീവനുള്ള ഞങ്ങളുടെ അറിയിപ്പുകളെ നാം കേൾക്കണം. സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടി ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന പ്രാസികനായ മത്തായി ജീവന്റെ സുവിശേഷമാവുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ കുമാരനും പരിപാലിക്കുന്നതിനുമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ യേശുവിന്റെ സ്തുതികളും നാമെല്ലാവരുടെയും തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യക മറിയാവുന്ന ശരീരം ധരിച്ച ദൈവത്തിന്റെ ജ്വലവചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ നിശ്ചാതമ്പരാന്റെ മനുഷ്യാവതാര കാലത്ത് ഈ വായിക്കപ്പെടുന്ന ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ചു സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. യേശുബ്രാൻ നീലയിരുന്ന യാത്ര പുറപ്പെട്ട് ജോർദാന്റെ മറുകരയിൽ യഹൂദന്റെ അതിർത്തിയിലെത്തി. ജനസമൂഹം വളർന്നു വെച്ച് അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പോലീസന്മാർ നടത്തിയിരുന്നു. ഏതൊരു കാരണത്താലും ഒരുവന് തൻ്റെ ഭാര്യയെ പിരിച്ചുവിടാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. യേശുബ്രാൻ മറുപടിയായിട്ട് പറഞ്ഞു, ആദിയിൽ സൃഷ്ടാവ് ആണും പെണ്ണുമായ മനുഷ്യരെ സൃഷ്ടിച്ചതുമായതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോടെ ചേർന്നിരിക്കുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിക്കുകയും ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടെല്ലാം ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യർ വേർതിരിക്കരുത്. അവൾ അദ്ദേഹത്തോടെ അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. യേശുബ്രാൻ മറുപടിയായിട്ട്, മോശ ഞങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ അതിൽ അങ്ങനെയായിരുന്നില്ല. ഞാനോ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തെ പരിഗണിക്കുകയും ചെയ്യുന്നത് വ്യഭിചാരമാകുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗണിക്കുകയും ചെയ്തു. അപ്രകാരം തന്നെ ശിഷ്യന്മാർ അദ്ദേഹത്തോടെ ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമാകുന്നെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. യേശുബ്രാൻ മറുപടിയായിട്ട്, വരം ലഭിച്ചതിനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ജന്മനാൽ ഷണ്ണന്മാരായി തീർന്നിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൽ ഷണ്ണന്മാരാക്കപ്പെട്ടിട്ടുള്ളവരുമുണ്ട്. സ്വർഗരാജ്യം തങ്ങളെ തന്നെ ക്ഷണന്മാരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് ഞാൻ കൽപ്പിച്ചങ്ങൾ ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധിയും ഉണ്ടായിരിക്കട്ടെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ കിരീടങ്ങൾ വഹിക്കപ്പെടുന്ന ചരിത്രങ്ങളും എന്നേക്കും ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമായി സംസ്കരിക്കുന്നു.
അണയേക്കും മകുടം രമ്യ ശത്രുവിന്റെ സർവശക്തിക്കെതിരായി അക്ഷയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. പിതാവിന്റെ പുത്രനും പരിശുദ്ധാത്മാവിനും നേരിട്ടുകൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിങ്ങളിടുകയും ചെയ്യട്ടെ. See
മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ ഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മശീഹ യഥാർത്ഥമായ തന്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മശീഹ തന്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലത് വന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനദൂതൻ നിങ്ങളോടുകൂടെ ഇരുന്ന് ആകൽ കറുസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നമ്പരാൻ നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിനും ഇസഹാക്ക് യാക്കോബിനും യാക്കോബ് യോസേഫിനും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ ദൈവം നമ്പരാൻ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ച് പെരുകി ഭൂമിയിൽ നിറയുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തു നിന്ന് പരിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവസൽഫലങ്ങളും ദൈവം നമ്പരാൻ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിന്റെ പിതാവിന് ദൈവം നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും പന്നിയ പട്ടക്കാരുടെ ദൈവം നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിയോടെന്നപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കടനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യ അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും വാങ്ങിപ്പോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിലിറങ്ങി വന്ന ആ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതികരേറ്റാം. ഓശോ We say,
സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിധിയിലായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുന്നിൽ നിൽക്കുന്നവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്നൊരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഫലമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീബായുടെയും വെടിപ്പുള്ള ഏവൻഗേലിയുടെയും ഈ ജനക്കൂട്ടത്തിൻ്റെയും മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും ഹൃദയവികാരങ്ങൾ അറിയുന്നവന്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവന്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞങ്ങൾ നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. പട്ടക്കാരനും ഷമ്മാശിനും വിശ്വാസികളായ ജനത്തിലും മണവാളിനും മണവാട്ടിയും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയുമെന്ന് സമൃദ്ധിയായി ആവശ്യിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനീയമായ വിശുദ്ധ കന്യാമർത്തോറിയ അമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും പ്രത്യേകിച്ച് മാർഗീവർഗീയ സമുദായയുടെയും പ്രാർത്ഥനകൾ കർത്താവായ യേശുമിശിഹായുടെ വരുത്തുകയും എന്നേക്കും നിങ്ങൾ ആവശ്യിക്കുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നു എന്നറിയുകയും നിങ്ങൾ ഓരോരുത്തരും അവരുടെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവരായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയെ ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകണം. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, Hallelujah.
അദൃശ്യമായവരുടെ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവൻ അനുഗ്രഹിക്കപ്പെടാവുന്നു. ഈ അന്യമായ ലോഹപ്രകാശത്തെ സംബന്ധിച്ചവരായ നിങ്ങളെ എല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി പുണ്യത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെ വിശ്വാസികളായ നിങ്ങളെ വാങ്ങിപ്പോയിരിക്കുന്നവരെ ദൈവം തമ്പുരാൻ വാഴ്ത്തി പുണ്യത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം തമ്പുരാനെ ബലഹീനമുള്ളതും കുറ്റമുള്ളതുമായ നമ്മളെ പ്രാർത്ഥന അവിടെ ഉന്നതമായ സിംഹാസനത്തിന് വേണ്ടാണ് കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയും അത് തീർക്കാതെ ആമോ അവളോ പ്രാർത്ഥിച്ചോ പോച്ചോ അനുഗ്രഹീതമായ വിവാഹകൂടാശായിപ്പോൾ അവസാനിക്കുകയാണ്. നാം ദമ്പതികളുടെ ഇപ്പോൾ സ്തോത്ര കാഴ്ച വിവാഹദേശത്ത് കഴിവ് പോയിക്കണം.